Good morning, students. Adutha university question aanu 9B. Find the eigenvalues and eigenvectors of the matrix A is equal to 1, 2, minus 1, 0, 2, 0, 0, minus 1, minus 1. നമുക്ക് ഫസ്റ്റ് ഇതിന്റെ eigenvalues കാണണം. അതിനുശേഷം eigenvaluesനെ കറസ്പോണ്ട് ചെയ്തുള്ള eigenvectors കണ്ടുപിടിക്കാം. നമുക്ക് ആദ്യം eigenvalues കാണാം. Eigenvalues കാണാനായിട്ട് ആദ്യം ക്യാരക്ടറിസ്റ്റിക്കേഷൻ. ക്യാരക്ടറിസ്റ്റിക്കേഷൻ എന്താണ്? A minus lambda is നമ്മൾ eigenvalues കണ്ടുപിടിക്കാനായിട്ട് ഒരു ക്യൂബിക് ഇക്വേഷൻ നമുക്കറിയാം. ആ ക്യൂബിക് ഇക്വേഷൻ എഴുതാൻ പെട്ടെന്ന് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ലാംഡ ക്യൂബ് മൈനസ് S1 ലാംഡ സ്ക്വയർ പ്ലസ് S2 ലാംഡ മൈനസ് S3 ഇതാണ് ഇക്വേഷൻ. ഇതിലെ S1ഉം S2ഉം S3 നമ്മൾ കണ്ടുപിടിച്ച് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മുടെ ക്യൂബിക് ഇക്വേഷനായി ആ ക്യൂബിക് ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാംഡയുടെ വാല്യൂ. അപ്പോൾ S1 എന്ന് പറഞ്ഞാൽ എന്താണ്? sum of main diagonal elements. ഏതാണത്? 1 plus 2 plus minus 1. അപ്പൊ S1ന്റെ വാല്യൂ നമുക്ക് 2 ഉണ്ട്. അടുത്ത നമുക്ക് S2 കണ്ടുപിടിക്കാം. S2 എന്ന് പറഞ്ഞാൽ sum of minors of main diagonal elements. എന്താണ്? 1 ഉൾപ്പെടുന്ന കോളവും റോ ഒഴിവാക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടാം? 2, 0, minus 1, minus 1. 2 ഉൾപ്പെടുന്ന കോളവും റോ ഒഴിവാക്കുക. അപ്പൊ 1, minus 1, 0, minus 1. ഇനി മൈനസ് 1ന്റെ ആകുമ്പോൾ പ്ലസ് 1, 2, 0. സം ഓഫ് മൈനേഴ്സ് ഓഫ് മെയിൻ ഡയഗണൽ. 1 ആവുമ്പോൾ 1 ഉൾപ്പെടുന്ന കോളോ 1 ഉൾപ്പെടുന്ന റോ ഒഴിവാക്കി. അപ്പൊ 2, 0, minus 1, minus 1. 2 ആവുമ്പോൾ 2 ഉൾപ്പെടുന്ന കോളോ റോ ഒഴിവാക്കി. അപ്പൊ 1, minus 1, 0, minus 1. ഇനി മൈനസ് 1 ആവുമ്പോൾ 1, 2, 0. ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ മൈനസ് 2, minus 0, പ്ലസ് മൈനസ് 1, minus 0, പ്ലസ് 2 മൈനസ് മൈനസ് 2 മൈനസ് 1 പ്ലസ് 2. ഈ മൈനസ് 2 പ്ലസ് 2 കട്ട് കളയുക. അപ്പം ആൻസർ കിട്ടും മൈനസ് 1. അപ്പൊ S2 നമുക്ക് കിട്ടി. S1 കിട്ടി, S2 കിട്ടി. ഇനി അടുത്ത S3 ആണ്. S3 എന്ന് പറഞ്ഞാൽ എന്താണ്? S3 ഡിറ്റർമിനന്റ് ആണ്. 1, 2, minus 1, 0, 2, 0, 0, minus 1, minus 1 into 1 ഉൾപ്പെടുന്ന കോളം റോ ഒഴിവാക്കി കഴിയുമ്പോൾ മൈനസ് 2, മൈനസ് 0, മൈനസ് 2 into 2 ഉൾപ്പെടുന്ന കോളം റോ ഒഴിവാക്കി 0, മൈനസ് 0, പ്ലസ് മൈനസ് 1 into അപ്പോഴും 0, മൈനസ് 0. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? 1 into മൈനസ് 2. അപ്പൊ S3യുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? S3 is equal to minus 2. അപ്പോ S1 കിട്ടി, S2 കിട്ടി, S3 കിട്ടി. ഇതാണ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ ലാംഡ ക്യൂബ് മൈനസ് S1 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പൊ 2 ലാംഡ സ്ക്വയർ പ്ലസ് S2 എന്ന് പറഞ്ഞാൽ മൈനസ് 1 ആണ്. അപ്പൊ മൈനസ് ലാംഡ S3 എന്ന് പറഞ്ഞാൽ മൈനസ് 2 ആണ്. പ്ലസ് 2 is equal to 0. അപ്പൊ ലാംഡ ക്യൂബ് മൈനസ് 2 ലാംഡ സ്ക്വയർ മൈനസ് ലാംഡ പ്ലസ് 2 is equal to 0. ഇവിടെ നമുക്ക് ലാംഡ സ്ക്വയർ പുറത്തെടുത്താൽ ലാംഡ മൈനസ് 2 എന്ന് വരും. ഇവിടെ നമ്മൾ മൈനസ് പുറത്തെടുത്താൽ ലാംഡ മൈനസ് 2 is equal to 0 എന്ന് വരും. അപ്പോൾ ലാംഡ സ്ക്വയർ മൈനസ് 1 into ലാംഡ മൈനസ് 2 is equal to 0 എന്ന് വരും. അപ്പോൾ ലാംഡ സ്ക്വയർ is equal to 1, ലാംഡ is equal to 2. Therefore lambda equal to plus or minus 1, lambda is equal to 2. അപ്പോൾ eigenvalues are lambda is equal to 2 plus 1 minus 1. Therefore eigenvalues are 2, 1, minus 1. 3 eigenvalues നമുക്ക് കിട്ടി. ഏതൊക്കെയാണത്? 2, 1, minus 1. അപ്പോൾ ഇത് eigenvalues ആണ് കിട്ടിയിരിക്കുന്നത്. ക്വാണ്ടിറ്റി ഓഫ് മൂവ്മെന്റ്. ഇനി നമുക്ക് ഏത് ഡയറക്ഷനിലേക്കാണ്, അതാണ് വെക്ടർ. 2 എന്ന eigenvaluesനെ ബേസ് ചെയ്തിട്ടുള്ള മൂവ്മെന്റ് ഓഫ് ഡയറക്ഷൻ, ആ വെക്ടർ കണ്ടുപിടിക്കണം. 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വെക്ടർ കണ്ടുപിടിക്കണം. മൈനസ് 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വെക്ടർ. 3 ഐഗൻ വെക്ടേഴ്സ് നമുക്ക് കണ്ടുപിടിക്കണം. ഫസ്റ്റ് പാർട്ട് ഇസ് ഓവർ. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഇതിന്റെ ഐഗൻ വാല്യൂസ് കണ്ടുപിടിച്ചു.
ഈ ഓരോ ഐഗൻ വാല്യൂസിനെ ബേസ് ചെയ്ത്, ഐഗൻ വാല്യൂസ് എന്ന് പറഞ്ഞാൽ എത്രമാത്രം കോഡിച്ച് മൂവ് ചെയ്യുന്നു, ആ വൈബ്രേഷനിൽ എത്രമാത്രം കോഡിച്ച് മൂവ് ചെയ്യുന്നതാണ് ഐഗൻ വാല്യൂസ്. അത് ഏത് ഡയറക്ഷനിലേക്കാണ്, അതാണ് ഐഗൻ വെക്ടർ ആയിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഐഗൻ വെക്ടർ ആയിട്ട് വരുന്നത് 2ന് കറസ്പോണ്ടിങ് വാല്യൂ എന്താണ്, 1ന് എന്താണ്, -1ന് എന്താണ്, അത് നമുക്ക് അടുത്തായിട്ട് കണ്ടുപിടിക്കാം കേട്ടോ. ആദ്യം നമുക്ക് ലാംഡ ഈസ് ഈക്വൽ ടു 2ന്റെ ഐഗൻ വെക്ടർ കണ്ടുപിടിക്കാം. ലാംഡ ഈസ്, അപ്പോ ടു ഫൈൻഡ് ദി ഐഗൻ വെക്ടർ, ഐഗൻ വെക്ടർ കാണണമെങ്കിൽ എന്ത് ചെയ്യണം, ഡിറ്റർമിനന്റ് a മൈനസ് ലാംഡ i ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു 0. a മൈനസ് ലാംഡ i എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ മെട്രിക്സിലെ ഈ ഡയഗണൽ എലമെന്റ്സിൽ 1 മൈനസ് ലാംഡ, 2 മൈനസ് 1, 0, 2 മൈനസ് ലാംഡ, 0, 0, -1, -1, മൈനസ് ലാംഡ. ഇവിടെ x1, x2, x3, 0, 0, 0. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ലാംഡ ഈസ് ഈക്വൽ ടു 2ന്റെ ഐഗൻ വെക്ടർ കണ്ടുപിടിക്കാം. ലാംഡ ഈസ് ഈക്വൽ ടു 2, ലാംഡ ഈക്വൽ 2ന്റെ ഐഗൻ വെക്ടർ കാണാനായിട്ട് നമ്മൾ ലാംഡ ഈക്വൽ 2 എന്നുള്ളത് ഐഗൻ വെക്ടേഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 - 2 എന്ന് പറഞ്ഞാൽ -1 വരും. ഇവിടെ 2 - 1, ഇവിടെ 0, 2 - 2 ഇവിടെ 0 ആവും, ഇവിടെ നമുക്ക് 0 വരും. 0 - 1, -1, -2 അപ്പോൾ മൈനസ്. ഈ ഐഗൻ മെട്രിക്സിനെ നമ്മൾ റോ റെഡ്യൂസ്ഡ് ഫോമിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം. ഈ ഐഗൻ മെട്രിക്സിനെ റോ റെഡ്യൂസ്ഡ് ഫോമിലോട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യും. അടുത്ത സമയം റോ റെഡ്യൂസ്ഡ് ഫോമിലോട്ട് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം. That is equal to -1, 2, -1. ഈ ഫസ്റ്റ് റോയുടെ -1 താഴെ രണ്ട് എലമെന്റ് 0 ആണ്. അപ്പോ 0 നമ്മൾ ഒരു പ്ലാൻ ചെയ്യുന്നു. അപ്പൊ ഫസ്റ്റ് റോസ് കറക്റ്റ് ആണ്. ഫസ്റ്റ് റോയുടെ ഫസ്റ്റ് എലമെന്റ് താഴെയുള്ള 0 ആണ്. ഇനി നമ്മൾ ഈ സെക്കൻഡ് റോയും തേർഡ് റോയും നമ്മൾ ഇന്റർചേഞ്ച് ചെയ്യും. അപ്പൊ 0, -1, -3, 0, 0, 0. ഇനി നോക്കിയേ, ഫസ്റ്റ് റോയുടെ ഫസ്റ്റ് എലമെന്റ് താഴെയുള്ള 0 ആണ്. സെക്കൻഡ് റോയുടെ ഫസ്റ്റ് എലമെന്റിന്റെ താഴെയുള്ള 0 ആണ്. തേർഡ് റോ റിമൈനിങ് റോ 0 ആണ്. ഇതിൽ നിന്ന് നമുക്ക് ഇത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -1, 2, -1, then 0, -1, -3, 0, 0, 0, then x1, x2, x3, then 0, 0, 0. ഈ റോ റെഡ്യൂസ്ഡ് ഫോം നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എന്നിട്ട് ഇക്വേഷൻ ഫോമിൽ എഴുതുമ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എന്താണ്, -x1 + 2x2 - x3 is equal to 0. ഫസ്റ്റ് ഇക്വേഷൻ -x2 - 3x3 is equal to 0. ഇവിടെ ഒരു വേരിയബിൾ നമ്മൾ ഫ്രീ വേരിയബിൾ ആയിട്ട്, ഫ്രീ വേരിയബിൾ അതാണ്. ഇവിടെ ഇത് x1, ഇത് x2, ഇത് x3 ആണെങ്കിൽ x3 ആണ് ഇവിടെ ഫ്രീ വേരിയബിൾ. x1 ലീഡിംഗ് വേരിയബിൾ ആണ്, x2 ലീഡിംഗ് വേരിയബിൾ ആണ്, x3 ആണ് ഇവിടെ ഫ്രീ വേരിയബിൾ ആയിട്ട് നിൽക്കുന്നത്. കാരണം x1ന്റെ 1ന്റെ താഴെയുള്ള 0 ആക്കി, സെക്കൻഡ് റോയിലിന്റെ താഴെ 0 ആക്കി, ഫ്രീ വേരിയബിൾ ആയിട്ട് നിൽക്കുന്നത് x3 ആണ്. x3ക്ക് നമ്മൾ t കൊടുക്കും. x3ക്ക് t കൊടുക്കുമ്പോൾ -x2 നമുക്ക് എത്ര കിട്ടും, 3t കിട്ടും. അപ്പോ x2 സമയം എത്ര കിട്ടും നമുക്ക്, -3. അപ്പൊ x2 എന്നുള്ളത് -3. ഇനി നമുക്ക് ഈ x3യും x2 ഉപയോഗിച്ച് x1 കണ്ടുപിടിക്കാം. -x1 is equal to -2x2 + x3. -2 into -3t പ്ലസ് x3 എന്ന് പറഞ്ഞാൽ എത്രയാണ് t, അതായത് സീക്വൽ എന്ത് കിട്ടും നമുക്ക്, 70. അപ്പൊ നമ്മുടെ ഐഗൻ വെക്ടർ എന്ന് പറയുന്നത് x1, x2, x3. ഐഗൻ വെക്ടർ എന്താണ് കിട്ടുന്നത്, x1 എന്നുള്ളത് -70, ഇവിടെ x1 എന്നുള്ളത് -70 ആണ്. therefore നമ്മൾ ബേസിക് വാല്യൂ എടുക്കുമ്പോൾ 7 വരും, -7. x2 എന്നുള്ളത് -3, ഇവിടെ എന്താണ് വന്നെ. അപ്പോ ലാംഡ ഈസ് ഈക്വൽ ടു 2 വരുമ്പോ ഉള്ള ഐഗൻ വെക്ടർ എന്താണ്, -7, -3, 1. ഫസ്റ്റ് ഐഗൻ വെക്ടർ കിട്ടി. ലാംഡ ഈക്വൽ ടു 2 ആയപ്പോഴുള്ള ഫസ്റ്റ് ഐഗൻ വെക്ടർ എന്താണ്, -7, -3, 1. അപ്പൊ നമ്മൾ തന്നിരിക്കുന്ന സിസ്റ്റം ഓഫ് ഈ ഇതില് ലാംഡയുടെ വാല്യൂ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിനെ റോ റെഡ്യൂസ്ഡ് ഫോമിലോട്ട് ഷിഫ്റ്റ് ചെയ്ത ശേഷം അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇക്വേഷൻ ഫോമിലോട്ട് എക്സ്പ്രസ് ചെയ്തു.
ഫ്രീ വേരിയബിൾ ആയ x3 നമ്മൾ t കൊടുത്തു. അപ്പൊ x3യിൽ t കിട്ടിക്കഴിയുമ്പോൾ x3 ഉപയോഗിച്ച് x2 കണ്ടു, x3 x2 ഉപയോഗിച്ച് x1 കണ്ടു. അപ്പൊ നമുക്ക് ടിയിൽ കിട്ടി. അതിന് നമ്മൾ ടിക്ക് 1 കൊടുക്കുമ്പോൾ -7 -3 ഫസ്റ്റ് ഐജോമെട്രി സോൾവ്. ഇനി നമുക്ക് അടുത്ത് 1 ആകുമ്പോൾ അടുത്ത 1 ആകുമ്പോൾ അടുത്ത ലാംഡ ഈസ് ഈക്വൽ ടു 1. ലാംഡ ഈസ് ഈക്വൽ ടു 1 വരുമ്പോൾ 1 - 1 0, 2 - 1 0, 2 - 1 എന്ന് പറഞ്ഞാൽ 1, ഇവിടെ 0 0 -1 -1 -1 -2. ഇപ്പൊ ലാംഡ ഈസ് ഈക്വൽ ടു 1 വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് റോ 0 2 -1 വരും. അടുത്ത 0 1 0 വരും. 0 -1 -2. ഇതിനെ നമ്മൾ റോ റെഡ്യൂസ്ഡ് ഫോമിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം. റോ റെഡ്യൂസ്ഡ് ഫോമിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന എന്താ നോക്കാം. ഇവിടെ ഫസ്റ്റ് റോയുടെ ഈ രണ്ടിന്റെ താഴെയുള്ള 1നെയും -1നെയും നമുക്ക് 0 ആക്കാം. അപ്പോ 0 2 -1 ഈ 1നെ നമ്മൾ 0 ആക്കാനായിട്ട് R2 ചേഞ്ചസ് ടു 2R2 -R. 2R2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 × 0 2 × 1 2 × 0. R1 എത്രയാണ്? 0 2 -1. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ 0 ഇവിടെ 0 വരും. 2 - 2 0 വരും. 0യിൽ നിന്ന് നമ്മൾ 1 -1 കുറയ്ക്കുമ്പോൾ 1. അപ്പൊ 0 0 1 നമുക്ക്. ഇനി അതുപോലെ തന്നെ നമുക്ക് അടുത്തത് ഈ -1നെ 0 ആക്കാം. അതിനെന്ത് ചെയ്യണ്ടേ? R3 ചേഞ്ചസ് ടു 2R3 പ്ലസ് R. 2R3 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 × 0 -2 -4. R1 എന്ന് പറഞ്ഞാൽ എന്താണ്? R1 എന്ന് പറഞ്ഞാൽ 0 2 -7. അപ്പൊ 0 0 -4 -1 -5. അങ്ങനെ 0 0 -5. ഇനി നമ്മള് സെക്കൻഡ് റോയുടെ ഫസ്റ്റ് നോൺ സീറോ 5 ആണ്. അതിന് താഴെ 0 ആക്കാനായിട്ട് 0 2 -1 0 0 1 ഇതിനെ 5 കൊണ്ട് ഗുണിച്ച് കൂട്ടിയാൽ മതി. അപ്പൊ 0 0 0 2 -1 0 0 1. ഇനി നമ്മൾ ഇത് ഇവിടെ എഴുതി വെക്കുമ്പോൾ 0 2 -1 0 0 1 0 0 0. ഇവിടെ x1 x2 x3. ഇവിടെ 0 0 0. ഇവിടെ റോ റെഡ്യൂസ്ഡ് ഫോമിൽ ആയതാണ് ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. റോ റെഡ്യൂസ്ഡ് ഫോമിൽ ആയ സാധനം ഇവിടെ ചെയ്യുന്നത് ഇക്വേഷൻ ഫോമിൽ എഴുതുമ്പോൾ 2x2 - x3 = 0. അടുത്ത എന്താണ്? x3 = 0. ഇവിടെ നമുക്ക് x3 0 ആയതുകൊണ്ട് x2 എന്തായിരിക്കും? 0 ആയിരിക്കും. ഇവിടെ ഒരു വേരിയബിൾ നമ്മൾ ആർബിട്രറി ആയിട്ട് ചൂസ് ചെയ്യണം. അവ ചൂസ് ചെയ്യുന്നത് അതാണ് x1 = t. അപ്പൊ നമ്മുടെ ഐഡിയൽ വെക്ടർ x1 x2 x3 ഐഡിയൽ വെക്ടർ എന്ന് പറഞ്ഞാൽ t 1 0 0. രണ്ടാമത്തെ ഐഡിയൽ വെക്ടർ നമുക്ക് എന്ത് കിട്ടി? 1 0 0 എന്ന് കിട്ടി. 1 0 0 ആണ് സെക്കൻഡ് ഐഡിയൽ വെക്ടർ. ലാംഡ = 1 വരുമ്പോൾ ഐഡിയൽ വെക്ടർ. ഇനി ഒരു ഐഡിയൽ വെക്ടർ കൂടി നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. ലാംഡ = -1. ഇവിടെ നമ്മൾ ചെയ്തത് ഈ ഐഗൻ മെട്രിക്സിൽ ലാംഡയുടെ വാല്യൂ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതിനുശേഷം ആ മെട്രിക്സിനെ റോ റെഡ്യൂസ്ഡ് ഫോമിലോട്ട് ആക്കിയതിനു ശേഷം നമ്മൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇക്വേഷൻ ഫോമിലോട്ട് എഴുതുന്നു. അതിനുശേഷം അതിന്റെ x1 x2 x3 കണ്ടുപിടിക്കുന്നു. ഇവിടെ നമുക്ക് രണ്ട് ഇക്വേഷൻ ആണ് കിട്ടുന്നത്. x3 0 ആയതുകൊണ്ട് x2 0 ആണ്. ഒരു വേരിയബിൾ നമ്മൾ ആർബിട്രറി ആയിട്ട് ചൂസ് ചെയ്ത് x1 = t. അപ്പോൾ 1 0 0. ഇനി അടുത്ത മൂന്നാമത്തെ കേസ് ലാംഡ = -1. ലാംഡ = -1ന്റെ കേസ് കൂടി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇത് കഴിഞ്ഞു. അടുത്ത ലാംഡ = -1. ലാംഡ = -1 വരുമ്പോൾ 1 മൈനസ് എന്ന് പറയുമ്പോൾ 2 വരും. 2 -1 0 2 -1 എന്ന് പറഞ്ഞാൽ 3 വരും. 0 0 -1 -1 -1 ഇവിടെ 0.
നമുക്ക് കിട്ടുന്നത് 2 2 minus 1 0 3 0 0 minus 1 0 എന്നാണ്. 2 2 minus 1 0 3 0 0 minus 1 0. ഇനി ഇതിനെ നമ്മൾ റോ റെഡ്യൂസ്ഡ് ഫോമിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. റോ റെഡ്യൂസ്ഡ് ഫോമിലോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് റോയിൽ 2 2 minus 1, സെക്കൻഡ് റോയിൽ 0 3 0. ഇനി ഇവിടെ ഫസ്റ്റ് റോയുടെ ഈ രണ്ട് എലിമെന്റ് 0 ആണ്. അപ്പൊ നമുക്ക് ഈ -1നെ 0 ആക്കിയാണ്. അപ്പൊ നമ്മൾ 3 കൊണ്ട് ഗുണിച്ച് കൂട്ടി കഴിഞ്ഞാൽ 0 0 0. അപ്പൊ 2 2 minus 1 0 3 0 0 0. അത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ 2 2 minus 1 0 3 0 0 0 0 into x1 x2 x3 then 0 0 0. ഫസ്റ്റ് ഇക്വേഷൻ എന്താണ്? 2x1 plus 2x2 minus x3 is equal to 0. അടുത്ത എന്താണ്? 3x2 is equal to 0. 3x2 is equal to 0 ആയതുകൊണ്ട് x2 എന്തായിരിക്കും? x2 is equal to 0. നമ്മൾ ഇവിടെ ഒരു വേരിയബിൾ ആർബിട്രറി ആയിട്ട് ചൂസ് ചെയ്യണം. ആർബിട്രറി ആയിട്ട് ചൂസ് ചെയ്തതാണ് x3 നമ്മൾ t ആയിട്ട് ചൂസ് ചെയ്യണം. കാരണം ഇവിടുത്തെ ഫ്രീ വേരിയബിൾ x3 ആണ്. ഫ്രീ വേരിയബിൾ x1 ലീഡിംഗ് വേരിയബിൾ ആണ്. x2 നമുക്ക് 0 എന്ന് കിട്ടി. x3 is equal to t എന്ന് കൊടുത്തു. x3 t കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് 2x1 is equal to minus 2x2 plus x3. അപ്പോൾ minus 2t plus ഇവിടെ x2 എന്നുള്ള 0 ആണ്. x2 എന്നുള്ള 0 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ 0 plus x3 എന്ന് പറഞ്ഞാൽ t ആണ്. അപ്പോൾ നമുക്ക് x1ന്റെ വാല്യൂ നമുക്ക് -t/2 minus t. അപ്പോൾ x1 x2 x3 അടുത്ത വെക്ടർ എന്താണ്? -t/2 then x2 എന്നുള്ളത് 0 ആണ്. x3 എന്നുള്ളത് t ആണ്. നമ്മൾ അതിന്റെ ഫ്രാക്ഷൻ കളഞ്ഞു കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 2 കൊണ്ട് ഗുണിച്ച് കഴിയുമ്പോൾ -1 0 അപ്പോൾ -1 0 2 കിട്ടും. -1 0 2. ഇവിടെ x1 എന്നുള്ളത് 2x1 is equal to ഇവിടെ 2x1 is equal to t എന്നാണ്. അപ്പൊ x1 is equal to t plus t/2 ആണ്. ഇവിടെ plus t/2. therefore 102 ആണ് നമുക്ക് അടുത്ത ഐഡിയം. അപ്പൊ 3 ഐഡിയം വെക്ടറും കിട്ടി. ലാംഡ ഈക്വൽ ടു 1 ആയപ്പോൾ ഐഡിയം വെക്ടറും ലാംഡ ഈക്വൽ ടു ആയപ്പോൾ 3 ഐഡിയം വെക്ടർ കിട്ടി. അത് നമുക്ക് എടുത്ത് എഴുതാം. ലാംഡ ഈസ് ഈക്വൽ ടു 2 ആയപ്പോഴുള്ള ഐഡിയം വെക്ടർ എന്താണ്? ഐഡിയം വെക്ടർ is equal to -7 -3 then 1. ഇതാണ് ലാംഡ is equal to 2 ആയപ്പോൾ ഐഡിയം വെക്ടർ. ഇനി ലാംഡ is equal to +1 ആയപ്പോൾ ഐഡിയം വെക്ടർ എന്താണ്? ഐഡിയം വെക്ടർ നമുക്ക് കിട്ടിയത് 1 0 0 1 0 0. ലാംഡ equal to -1 ആയപ്പോൾ ഐഡിയം വെക്ടർ എന്താണ്? ഐഡിയം വെക്ടർ ഇപ്പോൾ കിട്ടിയ ഐഡിയം വെക്ടർ 1 0 1 0. അവസാനം അവസാനം നമ്മുടെ ഐഡിയം വാല്യൂസ് ഐഡിയം വെക്ടേഴ്സ് കണ്ടുപിടിച്ചു. ഇപ്പോൾ ലാംഡ is equal to 2 1 -1 ആണ് കിട്ടിയത്. ലാംഡ equal to 2 ആയപ്പോൾ ഐഡിയം വെക്ടർ -7 -3 1. ലാംഡ equal to 1 ആയപ്പോൾ ഐഡിയം വെക്ടർ 1 0 0. then ലാംഡ is equal to -1 ആയപ്പോൾ ഐഡിയം വെക്ടർ 1 0. ഇതാണ് ക്വസ്റ്റ്യൻ. 9 ബിയിലെ ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോ.